ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കനക നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദൂട്ട നീ കണ്ടില്ലേ, അമ്മായിമ്മയും മരുമോളും തമ്മിൽ എന്തൊരു സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളുടെ മുമ്പിൽ ഭയങ്കര അഭിനയമാണ്, വഴക്ക് പറയുന്നു, വഴക്ക് കേൾക്കുന്നു എന്നുള്ള പരുവത്തിലൊക്കെയാണ്. നമുക്കിതൊന്ന് പൊളിച്ചെടുക്കണം എന്ന് പറയും. അത് ശരിയാമേ, നമ്മളെ ഇങ്ങനെ കളിപ്പിച്ച സ്ഥിതിക്ക് നമുക്കിത് പൊളിക്കണമെന്ന് നന്ദു പറയുന്നുണ്ട്. എങ്ങനെയാ മോളെ, അതിനൊരു വഴി ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറയും. ഞാൻ പറയാം ഒരു വഴി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നമുക്ക് പോകുമ്പം നയനേച്ചിയും കൂടെ കൊണ്ടുപോകാം. അങ്ങനെ ആകുമ്പോൾ അമ്മായിമ്മയും മരുമോളും രണ്ടിടത്ത് നിന്ന് നീറുന്നത് നമുക്ക് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. അത് നടക്കുമോ, നമ്മൾ വിളിച്ചാൽ വരുമോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അല്ലാതെ നമുക്കത് വേണ്ട പോലൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം, ഞാൻ നോക്കിക്കോളാം, അമ്മ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. ആ സമയത്ത് അങ്ങോട്ട് നയന ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നയനെ കാണുന്ന ഉടനെ ഇവർ രണ്ടുപേരും ആ വർത്തമാനം അങ്ങ് നിർത്തിയതിന് നയന ചോദിക്കും, എന്താ രണ്ടുപേരുടെ കൂടി നിന്നൊരു ഗൂഢാലോചനയെന്ന്. ഗൂഢാലോചനയൊന്നുമില്ല ചേച്ചി, പിന്നെ എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഈയിടെയായിട്ടൊരു വയ്യാഴിയൊക്കെ ഉണ്ട്, നടുവിന് വേദനയൊക്കെയാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്കൊരു ടെൻഷൻ ആകുന്നുണ്ട്. ഉടനെ നയന ചോദിക്കും, ആണോ അമ്മ, എന്നിട്ട് അമ്മ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ല എന്നൊക്കെ ചോദിക്കും. അതിനുള്ള കാര്യമൊന്നും ഇല്ല മോളെ, പിന്നെ ചെറുതായിട്ടൊരു റെസ്റ്റൊക്കെ എടുത്താൽ തീരാവുന്നേ ഉള്ളെന്ന് പറയും. അപ്പോഴത്തേന് നന്ദു പറയുന്നുണ്ട്, അതുകൊണ്ട് ചേച്ചി വേണമെങ്കിൽ നവിയേച്ചി വരുന്ന കൂട്ടത്തിൽ 2 ദിവസത്തേക്ക് വീട്ടിൽ വന്ന് നിൽക്കാവോ എന്ന് ചോദിക്കും. അതിനെന്താ, ഞാൻ ആദർശേട്ടനോട് പറയാം, പിന്നെ അമ്മ സമ്മതിക്കുമോ അറിയത്തില്ലെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് കനക നന്ദുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. ശരിയാ, ഇനി ദേവയാനി സമ്മതിക്കാതിരിക്കുമോ എന്ന് ചോദിക്കും കനക. മോളെ, ദേവയാനിക്കിപ്പം നിന്നോട് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ തരുന്നുണ്ടല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയും. അതൊക്കെ ശരിയാ, എന്നാലും അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമൊന്നും ഇല്ല അമ്മേ എന്നൊക്കെയാണ് നയന പറയുന്നത്. കനക അപ്പം നന്ദുവിനെ കണ്ണടച്ച് കാണിക്കുന്നൊക്കെ ഉണ്ട്. മോളെ, എനിക്ക് വയ്യാഴിക ഉള്ളതുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ഞാൻ മോളെ അങ്ങോട്ട് കൊണ്ടുപോകത്തേ ഇല്ലായിരുന്നൊക്കെ പറയും. അത് സാരമില്ലമ്മ, ഞാൻ എന്തായാലും ആദർശേട്ടനോട് ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് നയനകത്തേക്ക് പോകും. അപ്പോൾ കനക പറയുന്നുണ്ട്, എൻ്റെ നന്ദൂട്ടാ കണ്ടില്ലേ, അമ്മായിമ്മയും മരുമോളും ഒടുക്കത്തെ സ്നേഹത്തിലാണ്, എന്നിട്ടാണ് നമ്മളുടെ മുമ്പിൽ ഇത്രയും വലിയ അഭിനയം കാഴ്ചവെക്കുന്നത്. അത് ശരിയാ, ചേച്ചി എന്തായാലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് പറയും. നയന മുറിയിൽ ചെല്ലുമ്പോൾ ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ നന്ദു 2 ദിവസം കഴിയുമ്പോഴത്തേന് അങ്ങ് ട്രെയിനിങ്ങിനൊക്കെ പോകുമല്ലോ, പിന്നെ അമ്മയ്ക്ക് ഒരു വയ്യാഴിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നവിയേച്ച് പോകുന്ന കൂട്ടത്തിൽ 2 ദിവസം ഞാനും വീട്ടിൽ പോയി നിന്നോട്ടെ, ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കുറച്ച് നാളായില്ലേ നിന്നിട്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആദർശ് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ, 2 ഒരാഴ്ചയോ ഒക്കെ പോയി നിന്നോളാൻ പറയുന്നുണ്ട്. അന്നേരം പറയും, അതല്ല ആദർശേട്ടാ, ആദർശേട്ടന് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ അമ്മ സമ്മതിക്കുമോ എന്ന് ചോദിക്കും. ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലേ, അതുകൊണ്ട് ഞാൻ എന്നാൽ മുത്തശ്ശനോട് പറയാം, മുത്തശ്ശൻ എന്നാൽ അമ്മയോട് സംസാരിക്കട്ടെ എന്ന് പറയും. പിന്നെ ഞാൻ അങ്ങോട്ട് പോയെന്ന് വെച്ചാലും ആദർശേട്ടൻ അങ്ങോട്ട് വരികയൊക്കെ ചെയ്യണം കേട്ടോ ഇടയ്ക്കൊക്കെ എന്ന് പറയുന്നുണ്ട് നയന. അതിനെന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറയും. പിന്നെ ഒരു ദിവസം അവിടെ തങ്ങാനും വരണം കേട്ടോ എന്ന് പറയും. അത് അറിയത്തില്ല, എന്തായാലും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ തൊട്ട് അമ്മ എന്നെ വിളി തുടങ്ങും, അത് കാരണം അത് നടക്കാത്ത. ഇനി നോക്കാം ഞാൻ അങ്ങോട്ട്, പിന്നെ ഞാൻ വരുമ്പോഴത്തേന് അവിയം കൂടെ കൊണ്ടുവരാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ 2 പേരും വന്നാലും ശരി, അനിയെ അങ്ങോട്ട് കൊണ്ടുവരല്ലോ കേട്ടോ. ഞാൻ ഈ പോകുന്നതിൻ്റെ തന്നെ ശരിക്കുള്ള ഉദ്ദേശം നന്ദുവിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാനും കൂടിയാണെന്ന് നയന പറയുന്നുണ്ട്. ഇന്നാണെങ്കിൽ കൂടി അനാമിക ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമവും അനിയുടെ മുഖത്ത് ആദർശേട്ടൻ കണ്ടില്ലല്ലോ, അവന് സന്തോഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അനിയും നന്ദുവും തമ്മിൽ ഒരു മാനസികമായ അടുപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ, അതെല്ലാം വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കൂടെ പറയാനും കൂടിയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ആദർശേട്ടൻ അനിയെ അങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ എന്ന് പറയും. ഞാൻ ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേന് എന്തായാലും അനിയെ കൊണ്ടുവരത്തില്ല, നീ ഒന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. മുത്തശ്ശൻ ഗോവിന്ദനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗോവിന്ദ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകളൊന്നും വളർത്താനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒതുങ്ങിപ്പോയത്. പക്ഷേ നിങ്ങളുടെ മകൾ ആ കഴിവുകളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്, അത് എന്തായാലും നന്നായിരിക്കുന്നു എന്നൊക്കെ പറയും. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, നവ്യ പോകുന്ന കൂട്ടത്തിൽ നന്ദുവിൻ്റെയൊക്കെ കൂട്ടത്തിൽ നയനയ്ക്കൂടെ ഒന്ന് വീട്ടിൽ പോയാൽ കൊള്ളാവുന്നുണ്ട്, 2 ദിവസം അവൾ അവിടെ വീട്ടിൽ പോയി നിന്നോട്ടെ എന്ന് ചോദിച്ചെന്ന്. അത് കേൾക്കുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് തീരുമാനിച്ചാൽ പോരെ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അത് മറ്റുള്ളവരോട് ചോദിക്കാറുണ്ടോ, അവർ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ തന്നെ അറിയുന്നത്, അതുകൊണ്ട് നീ ഇത് എന്നോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു പറയും. പക്ഷേ അതല്ല മുത്തശ്ശ, ഇത് അമ്മയോട് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയത്തില്ല, അമ്മ അവളെ വീട്ടിൽ
വീട്ടിൽ വിടാൻ സമ്മതിക്കത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് മുത്തശ്ശനൊന്ന് സംസാരിക്കണമെന്ന് പറയും. ആ ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലേ, ഞാൻ ദേവയാനിയോട് പറയാം, നീ അവളെ വിളിച്ചുകൊണ്ട് വാ, ഞാൻ വിളിക്കുന്നത് പറഞ്ഞാൽ മതിയെന്ന് പറയും. അപ്പോൾ ആദർശ് വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, നീ നവ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമൊക്കെ സമ്മാനമായിട്ട് കൊടുക്കണം. ഇപ്പോൾ അവൾ 7ാം മാസ ചടങ്ങിനായിട്ട് വീട്ടിലേക്ക് പോവുമല്ലേ, അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് എന്തെങ്കിലും കൊടുത്തു വിടണമെന്നൊക്കെ പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾക്കോ അവളുടെ അനിയത്തിക്കോ ഒന്നും ഞാൻ എൻ്റെ സ്വർണ്ണമൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ലെന്ന് പറയും. നീ അനാമികയ്ക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്തല്ലോ, പിന്നെ ഇവർക്ക് കൊടുത്താൽ എന്നാ കുഴപ്പം, എന്നാ സ്വന്തം മരുമകളുടെ ചേച്ചിയല്ലേ അവൾ, അപ്പോൾ അവൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അതൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല ജയേട്ടാന്നൊക്കെയാണ് ദേവയാനി പറയുന്നത്. ആ സമയത്ത് അങ്ങോട്ട് എന്നാ ആദർശ് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, അമ്മയെ മുത്തശ്ശൻ വിളിക്കുന്നത് എന്തിനാടാന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, അമ്മ അങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് പറയും. അപ്പോൾ എന്നാൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോവുകയാണ്. അന്നേരത്തേന് ജയൻ ചോദിക്കും, എന്തിനാ മോനെ അച്ഛൻ വിളിച്ചെന്ന്. എനിക്ക് 2 ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞു, അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് മുത്തശ്ശൻ അമ്മയെ വിളിച്ചിരിക്കുമെന്ന് പറയും. എന്തായാലും അവളോട് സംസാരിക്കട്ടെ, അല്ലാതെ അവൾ വിടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ജയനും പറയുന്നുണ്ട്. നന്ദുവിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ SI സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും മോള് സിവിൽ സർവീസൊക്കെ എഴുതണം, മോൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നൊക്കെ നയനമോള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേന് നന്ദുവിന് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അച്ഛൻ എന്നെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, നയനമോൾക്ക് 2 ദിവസം അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയി നിൽക്കണം, നീ അതിന് അനുവാദം കൊടുക്കണമെന്ന് പറയും. അതിന് ഞാൻ എന്തിനാണ് സമ്മതിക്കുന്നത്, അവളുടെ വീട്ടിൽ പൊക്കോട്ടെ, അവൾ എത്ര ദിവസം വേണേലും പോയി നിന്നോട്ടെ എന്നൊക്കെ പറയും. അന്നേരത്തേന് നയനെ ഒന്ന് നോക്കുന്നുണ്ട് ദേവയാനിക്കിട്ട്. അന്നേരം ദേവയാനി പറയും, പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഓരോരുത്തർ ഉറക്കമില്ലെന്നും ഒക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ ആദർശ് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി നീ നേരത്തെ വീട്ടിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങിയിട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ നീ പോകണ്ട എന്ന്. അതുപോലെ ഉള്ളു നയനമോൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് പറ്റാം, നീ ഒരു തടസ്സവും പറയണ്ടെന്ന് പറയും. എനിക്ക് ഒരു തടസ്സവും ഇല്ല, പിന്നെ അവൾ അവിടെ എത്ര ദിവസം നിന്നെന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല, പിന്നെ ആദർശ് പിന്നെ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത്. എന്നാലും നയന പോകുന്ന കേൾക്കുമ്പോഴത്തേന് ഭയങ്കര സങ്കടമാണ് ദേവയാനിക്ക്. അപ്പോൾ ദേവയാനി ഇടയ്ക്കൊക്കെ ദയനീയമായിട്ട് നയനിക്കിട്ട് നോക്കുന്നുണ്ട്, നയനയും നോക്കുന്നുണ്ട്. ഇതെല്ലാം ഗോവിന്ദനും കനകയും കാണുന്നുണ്ട്. ഇവർക്ക് 2 പേർക്കും ചിരിയും വരുന്നുണ്ട്. നന്ദു ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, നന്ദൂട്ടൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ട്രെയിനിങ്ങിന് പോകുമല്ലോ, അതിനു മുമ്പ് ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ അവിടെ പിടിച്ച് നിർത്താനൊന്നും അല്ല, പെട്ടെന്ന് ഇങ്ങ് വിടാമെന്നൊക്കെ പറയും. എന്നാൽ മോള് പോയി ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു വിടുന്നുണ്ട്. നയന അകത്തേക്ക് പോകുന്ന ഉടനെ തന്നെ ദേവയാനി അങ്ങ് പോകും. അപ്പോൾ ദേവയാനിയെ നോക്കി പറയുന്നുണ്ട് മുത്തശ്ശൻ, ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെങ്കിലും നല്ല സ്നേഹമുള്ളവളാണ്, അവൾക്കാണെങ്കിൽ ആദർശിനെ ഭയങ്കര സ്നേഹമാണ്. ആദർശം നമ്മൾ വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണല്ലോ, അപ്പോൾ ആദർശിനോടുള്ള സ്നേഹം ഞങ്ങൾ കണ്ടറിഞ്ഞതാണ്. രണ്ടാമതൊരു കുട്ടി പോലും വേണ്ടെന്ന് വെച്ചത് ഈ ആദർശിന് വേണ്ടിയാണ്. അവൾ ജയനാണെങ്കിൽ രണ്ടാമതൊരു കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൾ സമ്മതിക്കത്തില്ലായിരുന്നു. അതുപോലെയാണ് അവൾ ആദർശിനെ സ്നേഹിച്ചത്. അങ്ങനെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ വെറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പാരമ്യത്തിലല്ലേ വരത്തുള്ളൂ എന്നൊക്കെ പറയും. അന്നേരത്തേന് കനക മനസ്സിലോർക്കുന്നുണ്ട്, എൻ്റെ അച്ഛ ഇപ്പം ശരിക്കും മരുമോളെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നുണ്ട് ഈ അമ്മായിമ്മ, അത് ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടുമുണ്ടെന്ന് മനസ്സിൽ പറയും. നയന ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെ അമ്മയുടെ ആവശ്യം എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, മോള് പോയി 2 ദിവസം സഹോദരിമാരുടെ കൂടെ ഒക്കെ നിൽക്കുക, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നീ വരണം കേട്ടോ, ഒത്തിരി ദിവസമൊന്നും മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, പിന്നെ വിഷു അല്ലേ വരുന്നത്, അപ്പം മോള് വിഷുവിന് ഇവിടെ കാണണം, മോൾക്ക് കൈനീട്ടം തരണമെന്നും വിഷു ആഘോഷിക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മോള് ഇങ്ങ് പോരണം പെട്ടെന്ന് പറയും. ഞാനും അങ്ങനെ തന്നെ അമ്മയെ പെട്ടെന്ന് ഇങ്ങ് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ട് വരുന്നത് ദേവയാനി കാണുന്നത്. ഉടനെ ദേവയാനി അങ്ങ് പ്ലേറ്റ് മറിക്കും. ഉടനെ പറയും, പോകുന്നതൊക്കെ കൊള്ളാം, പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം, ആരെങ്കിലും അങ്ങോട്ട് വന്ന് വിളിക്കാനായിട്ട് നോക്കിയിരിക്കുമൊന്നും വേണ്ട, ഞാനങ്ങൊന്നും വന്ന് നിന്നെ വിളിക്കാനൊന്നും വരത്തില്ലെന്നൊക്കെ പറയും. അന്നേരത്തേന് അങ്ങോട്ട് കയറി വരുന്ന ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്, അവൾ 2 ദിവസത്തേക്കല്ലേ പോകുന്നത് എന്ന് പറയും. അത് 2 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് പോയാലും നീ പിന്നെ ഇവിടെ കിടന്ന് ഉറക്കം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയും ഉറക്കം വരുന്നില്ലെന്നൊന്നും പറഞ്ഞ് ഇവിടെ വേളം വെച്ചേക്കരുതെന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെയൊന്നുമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ, ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് ആദർശം പറയുന്നുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പോയിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞ് ദേവയാനി അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അന്നേരത്തേന് ആദർശ് പറയുന്നുണ്ട്, അമ്മ നിന്നെ വല്ലതും പറഞ്ഞായിരുന്നോ, ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്, പെട്ടെന്ന് ഇങ്ങ് വരണം
വരണം, ആദർശേട്ടന് ബുദ്ധിമുട്ടാക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്നാലും എനിക്ക് ഒരു ദിവസം പോലും നിന്നെ ഇപ്പം കാണാതിരിക്കാൻ പറ്റത്തില്ലാതായിട്ടുണ്ട്. നീ അങ്ങനെ ഒരുപാട് ദിവസമൊന്നും അവിടെ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. ഉടനെ നയന പറയും, ഇല്ല ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് വരാം, എനിക്കറിയാം ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് നയന. എന്നിട്ട് നയനയെ ചേർത്ത് പിടിച്ച് ചോദിക്കുന്നുണ്ട് ആദർശ്, നമുക്കും വേണ്ട ഇതുപോലൊരു 7-ാം മാസ ചടങ്ങൊക്കെ എന്ന്. എനിക്കും ആഗ്രഹമുണ്ട്, എന്തായാലും ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം കേട്ടോ എന്ന് ആദർശിനോട് നയന പറയുകയാണ്. അപ്പം ആദർശ് നയനെ ഇങ്ങനെ ചേർത്ത് നെഞ്ചോട് പിടിച്ച് നിർത്തിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.